റമളാൻ സീരീസ് ഡേ 24 ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോമ്പ് തരാ ദിവസമാണ്. അങ്ങനെ അതാ രാവിലെ തന്നെ ആദിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഫാദിക്കുട്ടിനെ കളിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരിപ്പോൾ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, ഗൾഫിലായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സും അതുപോലെ തന്നെ ഈത്തപ്പഴം ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതാണ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവനിവിടെ ഇല്ലാത്ത ദിവസത്തിൽ ഫാദിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം ഫാദിക്കുട്ടിക്ക് ഇവിടെ വന്നിട്ട് ആകെല്ലൊരു കളിക്കാനുള്ളൊരു തോണാന്ന് പറയുന്നത് ഇവനാണ്. രണ്ടുപേരും ഭയങ്കര കട്ട ഫ്രണ്ട്സാണ്. ഇന്നത്തെ വൈകുന്നേരം നമ്മൾ ചോറാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ ഞാൻ നൂൽപുട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് നമുക്ക് അയിലക്കറിയാണ് കേട്ടോ. കാരണം കുറേ ദിവസമായി നമ്മൾ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ആ ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നാരങ്ങ സർബത്ത്, പച്ചവെള്ളം അല്ല ചൂടുവെള്ളം, പിന്നെ ആപ്പിള്, തണ്ണിമത്തന് ഇതന്നെ ഉള്ളൂ കേട്ടോ ഫ്രൂട്ട്സ് ആയിട്ട്. ഇന്നത്തെ തണ്ണിമത്തന്റെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം, തീരെ മധുരം. കാരണം ഇപ്പൊ വരുന്ന തണ്ണിമത്തനൊക്കെ സീസൺ അല്ലാത്തതും കൊണ്ട് മൂക്കാത്തതാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ കിട്ടിയത് കഴിക്കാന്നുള്ളൂ. അപ്പൊ ഇന്ന് അടിപൊളിയായിട്ട് ഒരു ജ്യൂസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ക്യാരറ്റ് ജ്യൂസ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിലും ആരും കുടിക്കാറില്ല കേട്ടോ. കാരണം അതിന്റെ ആ ഒരു ചവർപ്പ് ഒരു പൊടി പോലെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇന്ന് വേവിച്ചിട്ടാണ് ക്യാരറ്റ് ജ്യൂസ് അടിച്ചിട്ടുള്ളത് കേട്ടോ. 2 ഏലക്കായും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ നൂൽപുട്ടും മീൻകറിയും കഴിച്ചു. നല്ലപോലെ വെള്ളം കുടിക്കട്ടോ ഞാൻ രാത്രി. നോമ്പ് ലാസ്റ്റായിട്ടാ തോന്നുന്നു. ഇപ്പോൾ വല്ലാതെ ഫുഡൊന്നും കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പിസ്താച്ചു കുനാഫ ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി മുട്ടായിയൊക്കെ കഴിച്ചു. അധികം ചോറ് അതല്ലാന്നുണ്ടെങ്കിൽ ചായക്കടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അധികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അതാ ഒരു കിറ്റ്കാറ്റും കഴിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു റമളാൻ സീരീസ് ഡേ 24. നാളെ ഡേ 25 വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് റമളാൻ സീരീസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.